ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ഒരു മെയിൻ ഏരിയയാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഹ്യൂമൻ ആക്ടിവിറ്റി. എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റി? മാനുഷിക പ്രവർത്തനം. എന്താണ് മാനുഷിക പ്രവർത്തനം എന്നുള്ളതാണ്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തി അയാളുടെ എന്താ പറയാ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, അല്ലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് പറയാ, പ്രവർത്തനം എന്ന് പറയാ. അപ്പൊ മാനുഷിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ജോലിക്ക് ഇപ്പോൾ നമ്മളെ പാരന്റ്സ്, വീട്ടിലത്തെ പാരന്റ്സ് ആയിക്കോട്ടെ, രക്ഷിതാക്കളായിക്കോട്ടെ, അവരെന്ത് ചെയ്യും, ജോലിക്ക് പോകും. അതായത് ക്യാഷ് ഏൺ ചെയ്യുക, അല്ലെങ്കിൽ മണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേണ്ട നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഒക്യുപ്പേഷന് പോവുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ ബിസിനസിന്റെ കേസിൽ ആക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റിനെ രണ്ടെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്കണോമിക് ആക്ടിവിറ്റീസും ആൻഡ് സെക്കൻഡ് വൺ ആണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രവർത്തനവും, അതേപോലെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികേതര പ്രവർത്തനവുമാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ എടുത്തു പറയാൻ പോകുന്നത്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക പ്രവർത്തനം? ഇപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഏണിംഗ് മണി. ഏണിംഗ് മണി എന്ന് പറയുന്നത് എന്താണ്? പണം ഉണ്ടാക്കുക. ഇവിടെ നമ്മളെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പണം ഉണ്ടാക്കുക. പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിനെ നമ്മൾ എന്ത് പറയാ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്ടർ തൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മാനേജർ എൻ്റെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഇയാൾ ഇതെന്തിനാണ് ചെയ്യുന്നത്? പണം ഉണ്ടാക്കുക. അപ്പോൾ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മണി ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഏർപ്പെടുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയാം, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ ആണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സാമ്പത്തികേതര പ്രവർത്തനം എന്താണെന്നുള്ളത്. അപ്പോൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഹാപ്പിനെസ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയാ, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അപ്പൊ അവിടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ കേസിൽ പറഞ്ഞു പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അപ്പൊ ഇവിടെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിലാവുമ്പോൾ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിന് അങ്ങനെ ഒരു ലക്ഷ്യമേ അവിടെ ഇല്ല. മറിച്ച് എന്താണ്, അയാളുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അയാൾ ഏർപ്പെടുന്ന ആക്ടിവിറ്റീസിനാണ് എന്ത് പറയാ, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വീട്ടിലെ അമ്മ ആ വീട്ടിൽ എന്ത് ചെയ്യുന്നു, വീട്ടുജോലി എല്ലാം ചെയ്യുന്നു, അതുപോലെ തൻ്റെ കുട്ടികളെ പരിചരിക്കുന്നു, അവർക്ക് കെയർ കൊടുക്കുന്നു, കെയർ ചെയ്യുന്നു. അതൊക്കെ എന്താ പറയാ, അതൊക്കെ ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്.